നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിലെ ആദ്യ 2 മത്സരങ്ങളും വിജയിക്കാൻ നിലവിലെ ജേതാക്കളായ അർജന്റീനയ്ക്ക് കഴിഞ്ഞിരുന്നു. കാനഡയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച അർജന്റീന കഴിഞ്ഞ മത്സരത്തിൽ ചിലിയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇതോടുകൂടി ക്വാർട്ടർ ഫൈനൽ മത്സരം അല്ലെങ്കിൽ യോഗ്യത ഉറപ്പിക്കാൻ ഇപ്പോൾ അർജന്റീനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3ാമത്തെ മത്സരം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രാധാന്യമില്ലാത്തതാണ്. അർജന്റീനയും പെറുവും തമ്മിലാണ് അവസാനത്തെ ഗ്രൂപ്പ് മത്സരം കളിക്കുക. വരുന്ന ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ ഒരു മത്സരം നടക്കുക. ഈ മത്സരത്തിൽ കൂടുതൽ യുവതാരങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുവരെ അവസരം ലഭിക്കാത്തവർക്ക് അവസരം നൽകുമെന്ന് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി നേരത്തെ പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല മെസ്സിക്ക് ഈ മത്സരത്തിൽ വിശ്രമമായിരിക്കും എന്നുള്ള കാര്യം മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചതുമാണ്. ഏതായാലും അർജന്റീനയുടെ പെറുവിനെതിരെയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും. അക്കാര്യത്തിൽ മാറ്റങ്ങൾ ഒന്നും വരില്ല. വിംഗ് ബാക്ക് പൊസിഷനിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഗോൺസാലോ മോണ്ടിയരും നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയും ആയിരിക്കും ഉണ്ടാവുക. അതായത് നഹുവേൽ മൊളീനയ്ക്ക് വിശ്രമമായിരിക്കും. മാർക്കോസ് അക്യൂഞ്ഞ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാവില്ല. ഇനി സെൻട്രൽ ബാക്കുമാരുടെ സ്ഥാനത്തേക്ക് വരുമ്പോൾ ജർമ്മൻ പസല്ല, നിക്കോളാസ് ഓട്ടമെന്റി എന്നിവരാണ് വരിക. അതായത് ക്രിസ്ത്യൻ റൊമേറോക്ക് വിശ്രമം അനുവദിക്കാൻ സ്കലോണി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എൻസോ ഫെർണാണ്ടസ് ഉണ്ട്, എക്സ്കിയൽ പലാസിയോസും ഉണ്ട്. 2 പേർക്കും സ്ഥാനം ഉറപ്പാണ്. ലിയാൻഡ്രോ പരേഡസിനെ കളിപ്പിക്കണോ ജിയോവാനി ലോ ചെൽസോയെ കളിപ്പിക്കണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ ഇപ്പോൾ സ്കലോണിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് റോഡ്രിഗോ ഡി പോൾ, അലക്സിസ് മാക്കാലിസ്റ്റർ എന്നിവർക്കൊക്കെ വിശ്രമം നൽകാൻ ഇപ്പോൾ സ്കലോണി തീരുമാനിച്ചിട്ടുണ്ട്. ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏഞ്ചൽ ഡി മരിയ സ്റ്റാർട്ടിംഗ് 11-ൽ തിരിച്ചെത്തും എന്നുള്ളതാണ്. നമുക്കറിയാം ആദ്യ മത്സരത്തിൽ ഡിമരിയ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിംഗ് 11-ൽ. പക്ഷേ 2ാമത്തെ മത്സരത്തിൽ നിക്കോ ഗോൺസാലസിന് അവസരം നൽകി. എന്നാൽ ഈ മത്സരത്തിൽ ഡിമരിയ സ്റ്റാർട്ടിംഗ് 11-ലേക്ക് തിരിച്ചെത്തുകയാണ്. അതുപോലെ തന്നെ ലൗട്ടറോ മാർട്ടിനസിന് സ്ഥാനം ഉറപ്പാണ്. ആദ്യ 2 മത്സരങ്ങളിലും സെൻട്രൽ സ്ട്രൈക്കർ ആയിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തത് ഹൂലിയൻ ആൽവറസ് ആണ്. പക്ഷേ ലൗട്ടറോ മാർട്ടിനസിന് സ്റ്റാർട്ടിംഗ് 11-ൽ സ്ഥാനം നൽകാൻ ഇപ്പോൾ സ്കലോണി തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം പകരക്കാരനായി വന്നുകൊണ്ട് ഗോളുകൾ നേടി അർജന്റീനയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം ഇപ്പോൾ പുറത്തെടുക്കാൻ ലൗട്ടറോക്ക് സാധിക്കുന്നുണ്ട്. ഇനി മുന്നേറ്റ നിരയിലെ മറ്റൊരു താരം ആരായിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അലജാൻഡ്രോ ഗർനാച്ചോ അല്ലെങ്കിൽ വാലന്റൈൻ കാർബോണി, ഇവരിൽ ആരെ ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ ഇപ്പോൾ സ്കലോണി എടുത്തിട്ടില്ല. മെസ്സിയുടെ സ്ഥാനത്തേക്കാണ് ഈ 2 താരങ്ങളെ ഇപ്പോൾ പരിഗണിക്കുന്നത്. മെസ്സി ഇല്ലാത്ത ഒരു അർജന്റീനയുടെ സാധ്യത 11 ഇങ്ങനെയായിരിക്കും. ഏതായാലും 3ാമത്തെ മത്സരവും വിജയിച്ചുകൊണ്ട് ആധികാരികമായിക്കൊണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരം കളിക്കാൻ എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അർജന്റീന ഇറങ്ങുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.